നീ മറുപടി പറയരുത്. ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെയും ഹന്നയെ പെനിന്ന പരിഹസിക്കുമായിരുന്നു. പക്ഷെ പെനിന്നയ്ക്ക് നേരെ ഹന്ന ഒരു വാക്കും പറഞ്ഞില്ല. ഹന്ന കരഞ്ഞു, പട്ടിണി കിടന്നു, മിണ്ടാതെ കിടന്നു. അവള് ദൈവാലയത്തിൽ ചെന്ന് വിതുമ്പി 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 കരഞ്ഞുകൊണ്ടിരുന്നു. ആത്മപ്രകാരം ജനിച്ചവനെ ജഡപ്രകാരം ജനിച്ചവൻ അന്ന് ഉപദ്രവിച്ചത് പരിഹാസം കൊണ്ട്, നിന്ന കൊണ്ടും ആക്ഷേപം കൊണ്ടുമായിരുന്നെങ്കിൽ ഇന്നും അതേ ആയുധം ജഡീകന്റെ വായിലുണ്ട്, ജഡീകന്റെ FB-ക്കകത്ത്, ജഡീകന്റെ യൂട്യൂബിനകത്ത്, ജഡീകന്റെ സോഷ്യൽ മീഡിയക്കകത്ത്, ജഡീകന്റെ എഴുത്തിനകത്ത്. ആത്മപ്രകാരം ജനിച്ചവനെ പരിഹസിക്കുന്ന പരിഹാസത്തിന്റെ വാക്കുകൾ കാണോ. പക്ഷെ 30-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? തിരുവെഴുത്ത് എന്തു പറയുന്നു? തിരുവെഴുത്ത് എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദാസിയെയും മകനെയും വഹിച്ചുകൊണ്ട് നടക്കരുത്. പരിഹാസത്തിന്റെ വാക്കുകളെ നിന്റെ ഹൃദയത്തിനകത്ത് വഹിക്കരുത്. എന്നിട്ട് അടുത്തതായിട്ടൊരു കാര്യം പറയുക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകത്തില്ല. അവന് പരിഹസിക്കാൻ കഴിയോ, പക്ഷെ അവകാശം ആത്മപ്രകാരം ജനിച്ചവനാ. അവകാശം പരിഹാസിക്കല്ല, അവകാശം പരിഹാസം കേൾക്കുന്ന നിനക്ക്. അവകാശം പരിഹസിക്കുന്നവനല്ല, അവകാശം വിമർശിക്കുന്നവനല്ല, അവകാശം ട്രോളുന്നവനല്ല, അവകാശം കളിയാക്കുന്നവനല്ല. നിത്യതയുടെ തുറമുഖം തുറക്കുമ്പോൾ, വാഗ്ദത്ത കിരീടങ്ങൾ നൽകുമ്പോൾ, തേജസ്സിന്റെ വാടാത്ത കിരീടം ചൂടുമ്പോൾ അത് നീ ആയിരിക്കും.